കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ ക്ലെയിം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ താൻ മുന്നിൽ നിന്ന് നയിച്ചു, വിമതരെ ഉൾപ്പെടെ പിന്തിരിപ്പിക്കാനായി നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിക്ക മണ്ഡലങ്ങളിലും ഓടിയെത്തി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ളതാണ് കെ.സി. വേണുഗോപാലിന്റെ ഒരു ക്ലെയിം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ MLA അല്ല, MP ആണ്. രാജിവെച്ചുകൊണ്ട് ഇവിടെ എത്തിയ ശേഷം വേണം മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി. മാത്രമല്ല ഇതിൽ ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട് നിർണായകമാണ്. രാഹുൽ ഗാന്ധി എന്തു പറയുന്നു, ദേശീയ തലത്തിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ചുവടുമാറ്റുന്നതിന് ഹൈക്കമാൻഡിന്റെ നിലപാട് നിർണായകമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നതാണ് കെ.സി. വേണുഗോപാലിന്റെ അവകാശവാദം. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്, ഈ മാജിക് നമ്പറിലേക്ക് UDF-നെ എത്തിച്ചത് താനാണ്, തന്റെ നേതൃപാഠവുമാണ് എന്നതാണ് VD സതീശൻ പറയുന്നത്. മാത്രമല്ല ഇതിൽ MLA-മാരുടെ പിന്തുണ മാത്രമല്ല, ഒരു ടീം ലീഡറായി നിന്ന് നയിക്കാൻ കഴിയണം. MLA-മാരുടെ പിന്തുണ കൊണ്ട് മാത്രം കാര്യമില്ല, ജെൻസി പുതിയ തലമുറയുടെ ഒക്കെ പിന്തുണ തനിക്കുണ്ട്. അത്തരത്തിൽ അണികളുടെ കൂടി അഭിപ്രായം, ഘടകകക്ഷികളുടെ അഭിപ്രായം അതൊക്കെ തുണയ്ക്കും എന്നതാണ് VD സതീശന്റെ ഒരു പ്രതീക്ഷ. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തല നിയമസഭയിലായാലും രാഷ്ട്രീയ രംഗത്തായാലും ഏറ്റവും പരിചയ സമ്പത്തുള്ള ആളാണ്. മാത്രമല്ല സീനിയോറിറ്റി ഉള്ള ആളാണ്. ഇതിൽ ഈ 3 പേരിൽ സീനിയോറിറ്റി ഉള്ള ആളെന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കുമെന്നതാണ് രമേശ് ചെന്നിത്തലയുടെ പിന്തുണ. മാത്രമല്ല ആദ്യഘട്ടത്തിൽ 1ാം പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി പല അവസരങ്ങളിലും തനിക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല എത്തണം എന്നതാണ് രമേശ് ചെന്നിത്തല ക്യാമ്പിന്റെ ഈ പക്ഷം. ഏതായാലും ഈ 3 പേരിൽ ആരാകും ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുക, അതുതന്നെയാണ് ചോദ്യം. ആ ചോദ്യചിഹ്നം ഇപ്പോഴും അവിടെ ഉണ്ട്, അതാണ് പ്രത്യേകത. ഏതായാലും ചർച്ചകളൊക്കെ നടക്കുന്നു. 3 പേരും ഒരുപോലെ യോഗ്യരാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകളിലേക്ക് പോകേണ്ടിയും വരുന്നത്. മുഖ്യമന്ത്രി പോര് എന്ന് നമുക്ക് വിളിക്കാം, പക്ഷേ അവിടെ ജനാധിപത്യ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് AICC നിരീക്ഷകർ ഇന്ന് MLA-മാരെ കാണുകയും ചെയ്തത്. റോഷി ബാലൻ, TV പ്രസാദും ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രസാദ്, ഈ നേതാക്കളുടെ കരുനീക്കങ്ങൾ എങ്ങനെയാണ്? മുതിർന്ന നേതാക്കളിൽ പലരും ഇപ്പോൾ K. സുധാകരനൊക്കെ കെ.സി. വേണുഗോപാലിന് വേണ്ടി പ്രത്യക്ഷമായി രംഗത്തെത്തുന്നത് നമ്മൾ കാണുകയാണ്. മറ്റു മുതിർന്ന നേതാക്കളും അവരുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ 3 പേരുടെയും ക്യാമ്പുകളുടെ ഗ്രൂപ്പ് മാനേജർമാരുടെയും ഒക്കെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? നീക്കങ്ങൾ എന്താണ്? ഗുഡ് ഈവനിങ് വിനീത. 3 നേതാക്കൾക്ക് വേണ്ടിയും ചരടുവലികൾ വളരെ സജീവമാണ് എന്നുള്ളതാണ്. സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറി എന്ന നിലയിൽ കെ.സി. വേണുഗോപാലിന് കൂടി വേണ്ടിയാണ് സ്വാഭാവികമായും നേതാക്കളിൽ വലിയൊരു വിഭാഗം പ്രവർത്തിക്കുന്നത് എന്നതാണ്. അതായത് നേരത്തെ ഈ പറയുന്ന MLA-മാരെ കാണുന്നതിന് നിരീക്ഷകർ എത്തിയ സമയത്ത്, അത്രയും മാധ്യമങ്ങളുള്ള സമയത്താണ് K. സുധാകരൻ്റെ അനുയായികൾ അവിടെ വന്ന് കെ.സി. വേണുഗോപാലിന് വേണ്ടി പടുകൂറ്റൻ ഫ്ലക്സ് KPCC ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിച്ചത് എന്നതാണ്. അങ്ങനെ തുടങ്ങി VD സതീശന് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഫ്ലക്സ് സ്ഥാപിക്കാനുമെല്ലാം ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അവരെടുക്കുന്ന തീരുമാനം എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ നിലപാടാണ്. ഹൈക്കമാൻഡ് ഇതിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. കാരണം MLA-മാരെ എല്ലാവരെയും നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. 2 നിരീക്ഷകരെത്തി. ഇനിയിപ്പോൾ ഘടകകക്ഷി നേതാക്കന്മാരുടെ കൂടി അഭിപ്രായം അറിഞ്ഞുകൊണ്ട് എന്താണ് കേരളത്തിലെ ഒരു വികാരം എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ 2 നിരീക്ഷകരും അറിയിക്കും. അതിനുശേഷം ഹൈക്കമാൻഡ് ഒരു നിലപാടെടുക്കും എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ MLA-മാരുടെ പിന്തുണ നോക്കണം എന്നുള്ളതാണ് K. സുധാകരൻ അടക്കം കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കുന്നവർ പരസ്യമായി പറയുന്നത്. മാത്രമല്ല കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായി നിരവധി നേതാക്കൾ രംഗത്ത് വന്നതും നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ടതുമാണ്. അങ്ങനെയെങ്കിൽ MLA-മാരുടെ പിന്തുണ മാത്രമാണ് പ്രധാനമായും നോക്കുന്നതെങ്കിൽ അത് കെ.സി. വേണുഗോപാലിന് പൂർണ്ണമായും അനുകൂലമാണ്. പക്ഷേ മറ്റ് ജനങ്ങളുടെ വികാരം, അതുപോലെ തന്നെ പ്രാദേശിക പ്രവർത്തകരുടെ ഒരു പിന്തുണ, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന അഭിപ്രായമുള്ളവർ കൂടുതലുണ്ടാകും. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ പിന്തുണക്കുന്ന നിരവധി MLA-മാരും കോൺഗ്രസിലുണ്ട്. രമേശ് ചെന്നിത്തലയും പാർട്ടിയിൽ സീനിയറാണ്, നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇത്രയേറെ കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്കും അനുകൂലമായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇപ്പോൾ വലിയ മത്സരം നടക്കുന്നത് അത് കെ.സി. വേണുഗോപാലും അതുപോലെ തന്നെ VD സതീശനും തമ്മിലാണ്. ഇനിയിപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ മുന്നിലുള്ള
പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉപതെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതാണ്. ഇത്രയേറെ പ്രവർത്തകർ വളരെ ആവേശത്തോടുകൂടി വി ഡി സതീശന് വേണ്ടി നിൽക്കുന്ന സമയത്ത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതുപോലെ തന്നെ ആലപ്പുഴയിലോ അതല്ലെങ്കിൽ കണ്ണൂർ ഇരിക്കൂറിലോ ഒക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ഒരു തോൽവി സംഭവിച്ചാൽ അതൊരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുടെ പേരായിരിക്കും പറയുക എന്നുള്ളതും കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ തന്നെയുണ്ട്. എന്തായാലും അന്തിമ തീരുമാനം ഞായറാഴ്ചക്ക് മുന്നിൽ തന്നെ ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വിനീത, ശരി, അതാണ്. ഏതായാലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി 3 നേതാക്കളും റേസ് നടത്തുകയാണ്. CM റേസ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അതിന്റെ എല്ലാ അപ്ഡേറ്റുകളും റിപ്പോർട്ടിൽ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ മൂവരിൽ ആരാകും മുഖ്യമന്ത്രി എന്നതാണ് ചോദ്യം. അതിനിടെ വലിയ തോൽവി നേരിട്ടതിന് പിന്നാലെ CPM വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നേരത്തെ LDF യോഗത്തിലും അദ്ദേഹം തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക്